സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരതത്തിൽ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമാണ് സ്വദേശി. ഖാദി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, ഖാദി എന്ന് പറഞ്ഞാൽ ഖദർ ഉടുപ്പല്ല, അത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ, യുവ കോൺഗ്രസ്സുകാരൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന ഖദർ ഉടുപ്പല്ല, അല്ലെ ഖദർ ഷർട്ടോ പിന്നെ ജുബയോ അല്ല. അതിലുപരിയായി ഖാദി എന്ന് പറയുന്നത് നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളാണ്. അതിനകത്ത് പിന്നെ പിന്നെ വിവിധ തരത്തിലുള്ള ഒരു വീട്ടിനാവശ്യമായ ഒരുപാട് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ചേരുന്നതാണ് ഖാദി. ഖ എന്ന് പറഞ്ഞാൽ പിന്നെ അന്നം തരിക, അന്നം ദീ എന്നൊക്കെ പറഞ്ഞാൽ തരിക, അന്നം തരിക അല്ലെങ്കിൽ പണം തരിക എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്കൊക്കെ വന്നത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും സ്വദേശി മൂവ്മെൻറ്റ് ഭാരതത്തിൽ വലിയ ശക്തമായി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ആഗോളവൽക്കരണമൊക്കെ വന്ന് നമ്മൾ കുറേയൊക്കെ മാറി. ലോകത്തെ ഏത് വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായ ജപ്പാൻ്റെ കാറും പിന്നെ ചൈനയുടെ പേനയും ചൈനയുടെ പടക്കവും എല്ലാം നമ്മൾ ലോകത്തിലെ ഏത് സാധനവും അമേരിക്കയിലൊക്കെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ പോയപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് എല്ലാ രാജ്യങ്ങളിലുള്ളതും കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്ക നമുക്ക് വലിയ പ്രതിരോധം ഏർപ്പെടുത്തുന്നു, ചൈനയ്ക്ക് ബഹളം നേരത്തെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ വോക്കൽ ഫോർ ലോക്കൽ, അതായത് പ്രാദേശികമായ വസ്തുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങുക. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചോളൂ, പക്ഷേ നമ്മൾ 10 സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വിദേശത്തുള്ളൊരു കമ്പനിയുടെ വാങ്ങുമ്പോൾ 4 സോപ്പ് നമുക്ക് സ്വദേശി വാങ്ങാം, 2 സോപ്പ് സ്വദേശി വാങ്ങാം. അതുപോലെ കമ്പനി വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ നാടൻ വെളിച്ചെണ്ണ കൂടെ വാങ്ങാം. കമ്പനി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന പോലെ തന്നെ നാടൻ ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാം, സാധാരണക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാം. അങ്ങനെ നാടൻ ഉൽപ്പന്നങ്ങളും സാധാരണക്കാരുടെ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ വാങ്ങി തൊട്ടടുത്ത കടയിൽ കൂടെ പോയി നമ്മൾ വലിയ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ, വലിയ ഷോപ്പിംഗ് മാളിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിലൊരു പെട്ടിക്കട ഇരിക്കുകയാണെങ്കിൽ അവിടെയും ഇറങ്ങി 10, 100, 200, 500 രൂപയ്ക്ക് എന്തെങ്കിലും മേടിച്ചാൽ അവരും ഈ രാജ്യത്ത് ജീവിക്കും, അവരുടെ ഉൽപ്പന്നങ്ങളും ഉണ്ടായി വരും. അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, സ്വയം സേവാ സംഘങ്ങൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, പിന്നെ സ്വദേശിക്ക് വേണ്ടിയുടെ സോപ്പ്, ജീപ്പ്, കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിശീലന പരിപാടികളുണ്ട്. ഈ പരിശീലന പരിപാടികൾ വഴി ഉണ്ടാക്കുന്ന സോപ്പ്, തേന്, അതുപോലെ മധുരപലഹാരങ്ങൾ, പിന്നെ ഔഷധങ്ങൾ, ലോഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് സ്വദേശി. ഇതെല്ലാം ആളുകൾ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന, അതായത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപണി തന്നെ ഉണ്ടായി വരും. പ്രത്യേകിച്ച് ഞാൻ ധാരാളമായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, രാജസ്ഥാൻ കോട്ടൺ, കേരള കൈത്തറി, ബാലരാപുരം കൈത്തറിയൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ പഠിക്കുന്ന കാലം മുതൽ എന്നെ നയിക്കുന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇതൊരു ഉടുപ്പ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ജുബ്ബ വാങ്ങുമ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തീ പുകയും, ആ തീ പുകഞ്ഞാൽ അവർ കഞ്ഞി കുടിച്ച് കിടക്കും. അതൊരു ഗ്രാമീണ ജനങ്ങളാണ്. ഇപ്പോൾ ബാലരാപുരം കൈത്തറി വാങ്ങിയാൽ വളരെ സാധാരണക്കാരെ അവൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റും. കാരണം അവർ നിസ്സാരമായ പൈസയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വദേശി ഉൽപ്പന്നങ്ങൾ, അത് വസ്ത്രമാകട്ടെ, വീട്ടുപകരണങ്ങളാകട്ടെ, മറ്റ് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പുറത്ത് വാങ്ങേണ്ടി വരും. പക്ഷേ പുറത്തുള്ളത് വാങ്ങേണ്ടി വരും, അതായിക്കോട്ടെ. പക്ഷെ നമുക്കൊരു വൈകാരികതയോ അല്ലെങ്കിൽ ഒരു വികാരമോ ഒന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പുറത്ത് മേടിച്ചോളൂ, ഇഷ്ടമുള്ള സ്ഥലത്ത് മേടിക്കുമോ. പക്ഷേ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം നമ്മൾ ഉൾക്കൊള്ളണം. നേരത്തെയും അദ്ദേഹം കോവിഡ് സമയത്തും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു, ഇപ്പോഴിത് പറയുകയാണ്. ഒരു സമയത്ത് ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണിയോ അല്ലെങ്കിൽ ചൈനയുടെ ഭീഷണിയോ ഒന്നും നമ്മളെ മുന്നിൽ പോവില്ല. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഭാരതത്തിൽ, വലിയ തോതിലാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പരമാവധി വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വോക്കൽ ഫോർ ലോക്കലാകാം, പ്രാദേശിക ശബ്ദമുയർത്താം, സ്വദേശി ശബ്ദമുയർത്താം. നമ്മുടെ നാട്ടിലെ സ്വദേശി ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങുക, ഉപയോഗിക്കുക എന്ന് വിചാരിച്ചത് ഏതെങ്കിലും ഒരു വിദേശത്തു നിന്ന് വരുന്നൊരു ഉൽപ്പന്നം വാങ്ങിയെന്ന് വിചാരിച്ചാൽ പോണു സ്വദേശിക്ക് വേണ്ടി പറഞ്ഞിട്ട് വിദേശം, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു മിക്സഡായ സമ്പദ് വ്യവസ്ഥയാണ്, ആഗോളവൽക്കരിക്കപ്പെട്ട ലോകമാണ്, ലോകം ഒരു ചെറിയ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടും. പക്ഷേ എങ്കിലും ഒരു പ്രയോറിറ്റി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, കേരളത്തിലുള്ളവരാണെങ്കിൽ കേരള ഉൽപ്പന്നങ്ങൾക്ക്, ഒരു പഞ്ചായത്തിലുള്ളവരാണെങ്കിൽ പഞ്ചായത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക്, അങ്ങനെ ഒരു പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പരമാവധി നിങ്ങൾ സഹായിച്ചാൽ അയൽവക്കത്തിൻ്റെ വീടുകളിൽ കൂടി തീയെരിയും. നമുക്കൊരു സ്വാശ്രയശീലം വളർത്തിയെടുക്കാം, നമുക്ക് കൂടുതൽ സ്വദേശികളാകാം.